പ്രാർത്ഥനയുടെയും വ്രതത്തിന്റെയും ഒരു മാസത്തിന് ശേഷം വിശുദ്ധ റംദാന് ശേഷം ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പാണ് ഈ രീതിയിൽ പുരോഗമിക്കുന്നത്. ദുബായ് കിസൈസിലെ കാഴ്ചയാണ് ഇത്. പുതിയതായി ഒരുക്കിയിട്ടുള്ള ഈദ്ഗാഹ് ആണ് ഇത്. ഏതാണ്ട് 6000-ഓളം പേർക്കാണ് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുക. ഇതുപോലുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. ഹുസൈൻ കക്കാടാണ് ഇവിടെ, മൗലവി ഹുസൈൻ കക്കാടാണ് ഇവിടെ ഈദ് സന്ദേശം നൽകുക. 6000-ഓളം പേർക്ക്, സ്ത്രീകൾ അടക്കമുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റ് സ്ഥലത്ത്, ദുബായിൽ മറ്റൊരിടത്ത് കൂടി അൽമനാർ സെന്ററിൽ കൂടി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഷാർജയാണ് മറ്റൊരിടത്ത്. ഷാർജയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇങ്ങനെ 3 മലയാളികൾക്ക് വേണ്ടി സൗകര്യങ്ങൾ UAE-യിൽ ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരമാണ് ഒമാനിലെ പ്രഖ്യാപനം വന്നത്. അങ്ങനെ ഒമാൻ, UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് എല്ലാ GCC രാജ്യങ്ങളിലും നാളെയാണ് ഈദ് ആഘോഷം നടക്കുന്നത്. ഒരുക്കങ്ങൾ ഇതുപോലെ പുരോഗമിക്കുന്നു. എവിടെ എത്തി നിൽക്കുന്നു ഒരുക്കങ്ങൾ ഞങ്ങൾ അവസാന ഘട്ടത്തിലാണ്. അൽഹംദുലില്ലാ, ഞങ്ങൾ ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ വെന്യൂ അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് വെന്യൂ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 6000-ഓളം ആൾക്കാരാണ് ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത്തവണത്തെ പ്രത്യേകത കിസൈസിലെ ഒരു പ്രോക്സിമിറ്റി വെച്ചിട്ട് അല്ലാതെ ഭാഗത്ത് നിന്ന്, ഷെയ്ഖ് കോളനിയുടെ ഭാഗത്ത് കിസൈസിൽ നിന്ന്, മുഹൈസീനയിലും നല്ലൊരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഡേരയുടെ ഭാഗത്ത് നിന്ന്, അപ്പൊ അല്ലാതെ ഷാർജ ഭാഗവും ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടെ വന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 6000 ജനങ്ങളാണ് ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത്രയധികം പേർക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാഹന സൗകര്യം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പല ഭാഗത്തു നിന്ന് വാഹനങ്ങൾ ഇങ്ങോട്ട് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വിശാലമായിട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ രാവൊന്ന് പുലർന്നാൽ ഈദിനെ വരവേൽക്കുകയാണ് ഗൾഫിലെ പ്രവാസികൾ, മലയാളികൾ, വിശ്വാസികൾ എല്ലാവരും തന്നെ. ഈ സൈസിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.